കോ സ്ലീപ്പിംഗ് വിത്ത് കിഡ്. ചെറിയൊരു ന്യൂബോൺ ബേബിയും അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുങ്ങളോടൊപ്പം നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ബേസിക് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രസവാനന്തര ശേഷം അമ്മയ്ക്ക് ഭയങ്കര ക്ഷീണം, തളർച്ച, അസ്വസ്ഥതകളുണ്ട്. ചിലപ്പോൾ ഉറക്കം ശരിയാക്കത്തുമില്ല, ഭയങ്കര ക്ഷീണവും തളർച്ചയും ഉണ്ട്. അമ്മയ്ക്ക് ഒട്ടും തന്നെ അലേർട്ട്നെസ് ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് തന്നെ എനിക്ക് ഭയങ്കര ക്ഷീണമാണെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഉറപ്പായിട്ടും കുഞ്ഞിനെ ചേർത്ത് കിടത്താതിരിക്കുക ശ്രമിക്കുക. കാരണം കുഞ്ഞ് പെട്ടെന്ന് രാത്രിയിൽ പാല് കുടിച്ച് വിക്കി തികട്ടി കയറി വന്നു കഴിഞ്ഞാൽ അമ്മ അറിയാതെ ഡീപ്പ് സ്ലീപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് വിക്കി തികട്ടി പോയി കഴിഞ്ഞാൽ കുഞ്ഞിന് അപകടം വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് അമ്മമ്മമാരുടെ ആരോടെങ്കിലും അലേർട്ടായിട്ട് അവരുടെ കൂട്ടത്തിൽ കിടത്താനായിട്ട് ശ്രമിക്കുക. സെക്കൻഡ് തിങ് ഈസ്, നിങ്ങൾ ഉപയോഗിക്കുന്ന ബെഡ്, ആ ബെഡിൽ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റ്സ് അല്ലെങ്കിൽ ഫിറ്റഡ് ആയിട്ടുള്ള ഒരു കാരണവശാലും വലിച്ചു മുഖത്തേക്ക് കുഞ്ഞൊരു തുണി ഇടാൻ പാടില്ല. അപ്പം നമ്മൾ ആ വെൽ ഫിറ്റഡ് ആയിട്ടുള്ള ഷീറ്റ്സും കാര്യങ്ങളും യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ ലോക്കലി ഈ നമ്മുടെ ബെഡിനോട് ചേർത്ത് തന്നെ കിടത്താവുന്ന ചെറിയ ബെഡുകൾ, ബിക്കോസ് അത് തൊട്ടിൽ പോലെ ഇരിക്കും, അതിൻ്റെ ഒരു സൈഡ് തുറന്നിട്ടിട്ട് നമുക്ക് ബെഡിനോട് ചേർത്ത് കിടത്താം. അങ്ങനത്തെ ബെഡ്സിൽ കിടത്തുന്നത് ഭയങ്കര സേഫാണ്. കാരണം നമ്മുടെ അടുത്ത് തന്നെ ആയിരിക്കും കിടക്കുന്നത്, നമ്മുടെ ഷീറ്റ്സോ കാര്യങ്ങളോ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് പോകത്തുമില്ല, കുഞ്ഞിന് സുഖമായിട്ട് കിടക്കാനും സാധിക്കും. കുഞ്ഞിനെ നമ്മൾ കഴിവതും പുതപ്പിച്ച്, അതായത് കുഞ്ഞിൻ്റെ പുറത്തേക്ക് ഷീറ്റൊന്നും ഇടാതെ തന്നെ കിടത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. നമ്മുടെ അലേർട്ട്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മളോടൊപ്പം കുഞ്ഞിനെ ചേർത്ത് കിടത്തുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ നമ്മൾ അലേർട്ടായിട്ടിരിക്കണം. കാരണം അമ്മയുടെ കുഞ്ഞും ഒത്തൊരുമയോടെ ഇരുന്നാലാണ് അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള ബോണ്ട് വരികയുള്ളൂ. പക്ഷേ അലേർട്ട്നെസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.